നമസ്കാരം. ലോകം മുഴുവൻ നമ്മെ വിസ്മയിപ്പിച്ച ചില അതിജീവന കഥകളുണ്ട്. ഇത് ഒരു കേരളീയ മത്സ്യത്തൊഴിലാളിയുടെ കടലിന്റെ ക്രോധത്തിൽ നിന്ന് സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതം തിരിച്ചുപിടിച്ച കുഞ്ഞഹമ്മദ് എന്ന ധീരന്റെ കഥയാണ്. നിങ്ങളിപ്പോൾ ഈ കഥ കേൾക്കുന്നത് എവിടെ നിന്നാണ് എന്നും ഏകദേശം ഏതു സമയമാണ് എന്നും കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. ഇനി നമുക്ക് ദയവായി നിങ്ങളുടെ മനസ്സിനെ ഈ കൊടുങ്കാറ്റുള്ള കടലിലേക്കയക്കാം. വടക്കൻ കേരളത്തിലെ ഒരു തീരദേശ ഗ്രാമം. അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞഹമ്മദ് എന്ന മനുഷ്യന് കടൽ ഒരു തൊഴിലാളിയുടെ ഉപജീവനമാർഗം എന്നതിലുപരി അമ്മയെപ്പോലെയായിരുന്നു. അവന്റെ ജീവിതം ആഴക്കടലുമായി ബന്ധിക്കപ്പെട്ടിരുന്നു. അവന്റെ ചെറിയ ഓലപ്പുരയിൽ ഒരു മൺചിരാതിന്റെ വെളിച്ചം പോലെ കാത്തിരിക്കുന്ന ഭാര്യയും ചിരികേട്ടുറങ്ങുന്ന 2 മക്കളുമായിരുന്നു അവന്റെ ശക്തി. ഓരോ പ്രഭാതത്തിലും ഭാര്യ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ ഇന്നത്തെ യാത്രയിൽ ആപത്തൊന്നും വരരുതേ എന്ന് അവൾ അറിയാതെ പ്രാർത്ഥിക്കും. ക്ഷീണിച്ച ശരീരവും ഉപ്പുരസം നിറഞ്ഞ കണ്ണുകളുമായി അവൻ വൈകുന്നേരം തിരികെ വരുമ്പോൾ ആ കുടുംബം വീണ്ടും ഒന്നുചേരും. വർഷങ്ങളായി മത്സ്യബന്ധനം നടത്തി പരിചയമുള്ള കുഞ്ഞഹമ്മദ് ഒരു സാധാരണ ദിവസമാണ് തന്റെ ചെറിയ വട്ടവള്ളത്തിൽ വലയുമായി കടലിലേക്ക് പോയത്. ആകാശത്തന്ന് പ്രത്യേകിച്ചൊരു കാർമേഘവും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷയുടെ ഒരു നേരിയ ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു. പതിവിലും കൂടുതൽ ദൂരം പോയാൽ കൂടുതൽ മീൻ കിട്ടും, മക്കൾക്ക് പുതിയ ഉടുപ്പുകൾ വാങ്ങാം, കടങ്ങൾ കുറയ്ക്കാം. അവൻ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. തീരപ്രദേശം കണ്ണിൽ നിന്ന് മാഞ്ഞു. അപ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. ആരും ശ്രദ്ധിക്കാത്ത വിദൂരമായ ആഴക്കടലിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് അതിന്റെ ഭീകരരൂപം പുറത്തെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ കടലിന്റെ നിറം മാറി. കാറ്റ് ചൂളം വിളിച്ച് വീശി. ഭീമാകാരമായ തിരമാലകൾ പർവ്വതങ്ങളെപ്പോലെ ഉയർന്നു. കുഞ്ഞഹമ്മദിന്റെ വള്ളം ഒരു കടലാസ് കഷ്ണം പോലെ കറങ്ങി. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് തുഴഞ്ഞു. ഇല്ല, എനിക്ക് വീട്ടിലെത്തണം, എന്റെ മക്കൾ കാത്തിരിക്കുന്നു, അവൻ മനസ്സിൽ മന്ത്രിച്ചു. എന്നാൽ പ്രകൃതിയുടെ ക്രോധത്തിനു മുന്നിൽ അവന്റെ ശക്തിക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ഒരു ഭീകര തിരമാല വള്ളത്തെ തകർത്തു തരിപ്പണമാക്കി. പലകകൾ ചിതറിത്തെറിച്ചു. കുഞ്ഞഹമ്മദ് അഗാധമായ ഇരുണ്ട കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആദ്യത്തെ മിനിറ്റുകളിൽ ഭയം അവനെ ശ്വാസം മുട്ടിച്ചു. വള്ളം തകർന്നതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവന്റെ കൈകളിൽ ആകെ കിട്ടിയത് വള്ളത്തിന്റെ ഏകദേശം 1 അടി മാത്രം വീതിയുള്ള ഒരു തടിപ്പലക മാത്രമായിരുന്നു. ആ പലകത്തുണ്ടിൽ അവൻ ജീവൻ മുറുകെ പിടിച്ചു. ആദ്യത്തെ 72 മണിക്കൂറുകൾ അവന്റെ ജീവിതത്തിലെ നരകമായിരുന്നു. ദാഹമായിരുന്നു ആദ്യത്തെ ശത്രു. ഉപ്പുരസം നിറഞ്ഞ കടൽവെള്ളം കുടിച്ചാൽ മരണം ഉറപ്പാണ്. അതറിയാവുന്നതുകൊണ്ട് അവൻ ആ ഭീകരദാഹത്തെ നിയന്ത്രിച്ചു. അവന്റെ ചുണ്ടുകൾ വിണ്ടുകീറി, തൊണ്ട കത്തിക്കരിഞ്ഞു. പകൽ സമയത്ത് സൂര്യരശ്മിയൊരു തീച്ചൂള പോലെ അവന്റെ തൊലി പൊള്ളിച്ചു. ഓരോ 5 മിനിറ്റിലും അവന്റെ ശരീരം നീറിപ്പിടിക്കുന്ന വേദന അവൻ അറിഞ്ഞു. രാത്രിയിൽ തണുപ്പവനെ മരവിപ്പിച്ചു. മരണഭയം ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു. ദൂരെ ഒരു ചരക്ക് കപ്പലിന്റെ നേരിയ വെളിച്ചം കണ്ടപ്പോൾ അവന്റെ ഹൃദയം നിലച്ചുപോയെന്ന് തോന്നി. ആശ്വാസം കിട്ടിയതുപോലെ അവൻ പലകയിൽ ശക്തിയായി അടിച്ചു വിളിച്ചു. എന്നാൽ ആ വെളിച്ചം പതിയെ മാഞ്ഞുപോയപ്പോൾ അവൻ തളർന്നു. താൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു എന്ന് അവന് തോന്നി. 4-ാം ദിവസം കുഞ്ഞഹമ്മദ് തോറ്റു. തന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. തന്റെ കൈകൾ പലകയിൽ നിന്ന് അഴിഞ്ഞു തുടങ്ങി. ശരീരം ഭാരമില്ലാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ കൂടുതൽ വേദനിപ്പിച്ചു. ബോധം മറയുന്നതിനിടയിൽ അവന്റെ പലകയിൽ ഒരു ചെറിയ മണൽത്തിട്ട, സാൻഡ് ഷോൾ, തട്ടി. കടലിന്റെ അടിയൊഴുക്കിൽ രൂപപ്പെട്ട ആരുമറിയാത്ത ഒരു പൂഴിമണൽ കൂമ്പാരം. കഷ്ടപ്പെട്ട് ആ മണൽത്തിട്ടയിൽ കയറിയ കുഞ്ഞഹമ്മദ് അത് തന്റെ 2ാം ജന്മമായി കണ്ടു. ആരുമറിയാത്ത ആ മണൽത്തിട്ടയിലായിരുന്നു അവന്റെ യഥാർത്ഥ അതിജീവനം. അവിടെയും ദാഹവും വിശപ്പും അവനെ വിട്ടില്ല. കുഞ്ഞഹമ്മദ് തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് പൂഴിമണലിൽ കുഴികളുണ്ടാക്കി. അടിത്തട്ടിൽ നിന്ന് കിട്ടിയ നനഞ്ഞ മണ്ണും കടൽ സസ്യങ്ങളും ചവച്ച് അവൻ ദാഹം നിയന്ത്രിച്ചു. ഓരോ മഴത്തുള്ളിക്കും വേണ്ടി അവൻ ദയനീയമായി ആകാശത്തേക്ക് നോക്കി. മഴ ലഭിക്കുമ്പോൾ കൈകൾ കുമ്പിളായി പിടിച്ച് ആ ജീവജലം അവൻ സൂക്ഷിച്ചു. പൂഴിമണലിന് ചുറ്റും വന്ന ചെറിയ ഞണ്ടുകളെയും മത്സ്യങ്ങളെയും കഷ്ടപ്പെട്ട് പിടിക്കാൻ ശ്രമിച്ചു. ലഭിച്ചവ പച്ചയ്ക്ക് കഴിച്ചു. ഓരോ തവണ മീനിനെ കടിക്കുമ്പോഴും അവന്റെ മനസ്സ് വേദനിച്ചു. പക്ഷേ ഓരോ കഷ്ണവും അവന്റെ ജീവൻ നിലനിർത്തി. ക്ഷമയും പ്രാർത്ഥനയും മാത്രമായിരുന്നു അവന്റെ ഇന്ധനം. അവന്റെ ശരീരം വേദനിക്കുമ്പോഴും അവന്റെ മനസ്സ് തന്റെ ഗ്രാമത്തിലെ പള്ളിയിലേക്കും മക്കളുടെ ചിരിയിലേക്കും പറന്നുപോയിരുന്നു. 11-ാം ദിവസം ക്ഷീണവും വിശപ്പും കാരണം അവൻ തളർന്നുറങ്ങി. അവന്റെ ശരീരം മണൽത്തിട്ടയിൽ നിശ്ചലമായി കിടന്നു. അപ്പോഴാണ്
ദൂരെ ഒരു ചരക്ക് കപ്പലിന്റെ ശബ്ദം കേട്ടത്. കപ്പലിന്റെ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റ അവൻ തന്റെ അവസാനത്തെ ഊർജം സംഭരിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന കൈലിയുടെ തുണ്ടെടുത്ത് അതിനെ ഒരു കൊടി പോലെ കെട്ടി അവൻ ആകാശത്തേക്ക് വീശാൻ തുടങ്ങി. വീശാനുള്ള ശക്തി പോലും അവന്റെ കൈകൾക്കില്ലായിരുന്നു. എങ്കിലും അവൻ വീശിക്കൊണ്ടേയിരുന്നു. കപ്പലിലെ ജീവനക്കാർ ആദ്യം ആ ചെറിയ മണൽത്തിട്ട ശ്രദ്ധിച്ചില്ല. എന്നാൽ അവിടെ അനങ്ങുന്ന എന്തോ ഒന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവർ ബോട്ടടുപ്പിച്ചു. അവർ അടുത്തപ്പോൾ ക്ഷീണിച്ചവശനായ ജീവനുള്ള ഒരു ശരീരം മാത്രമായി അവൻ ആ മണൽത്തിട്ടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ കപ്പലിലേക്ക് കയറ്റി. ഏകദേശം 11 ദിവസങ്ങൾ ഒറ്റയ്ക്ക് ആരുമറിയാതെ കടലിലെ പലകയിലും പൂഴിമണലിലുമായി അവൻ മരണത്തെ തോൽപ്പിച്ചതിജീവിച്ചു. കുഞ്ഞഹമ്മദിന്റെ ഈ കഥ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം, പ്രകൃതിയുടെ ക്രോധത്തെയും കരുണയെയും ഒരുമിച്ചു വരച്ചുകാട്ടുന്ന അതിജീവനത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ്.